നമ്മുടെ ഈ ശരീരം, ഇതിനുള്ളിൽ തന്നെ ഒരു പ്രപഞ്ചം മുഴുവൻ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നമ്മളിന്ന് ജീവശാസ്ത്രത്തിന്റെ പുസ്തകം തൽക്കാലത്തേക്ക് അടച്ചുവെച്ച് ആ ഒരു പുരാതന ഭൂപടം തുറന്നു നോക്കാൻ പോവുകയാണ്. നമുക്ക് തുടങ്ങാമല്ലേ? അതെ, ഈ ചോദ്യം തന്നെയാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശരീരം ഈ കാണുന്ന മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണോ? ഇതൊരു പുതിയ ആശയമൊന്നുമല്ല കേട്ടോ. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പുരാതന ജ്ഞാനികൾ ഇങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റൂട്ട് മാപ്പ്. നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലെ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കും. പിന്നെ നമ്മുടെ ആന്തരിക സാമ്രാജ്യത്തിലൂടെ സഞ്ചരിക്കും. അവിടെ ഒളിഞ്ഞിരിക്കുന്ന സർപ്പശക്തിയെ കണ്ടെത്തും. അതിനുവേണ്ട ഇന്ധനത്തെക്കുറിച്ചറിയും. അവസാനം ഒരു വലിയ പ്രപഞ്ച സത്യത്തിലേക്കെത്തും. ശരിയപ്പോൾ നമുക്ക് തുടങ്ങാം. ഏതൊരു മാപ്പ് തുറക്കുമ്പോഴും ആദ്യം അതിലെ വഴികളും അടയാളങ്ങളും മനസ്സിലാക്കണമല്ലോ. അതുപോലെ നമ്മുടെ ശരീരമാകുന്ന ഈ ഭൂപടത്തിലെ 2 അടിസ്ഥാന ശക്തികളെ അല്ലെങ്കിൽ 2 നെർവസ് സിസ്റ്റങ്ങളെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ഇതാണ് ഈ മുഴുവൻ യാത്രയുടെയും അടിസ്ഥാനം. ഈ ഒരൊറ്റ ആശയം, നമ്മൾ ഒരു മൈക്രോകോസമാണ്. അതായത് നമ്മളെത്തന്നെ മനസ്സിലാക്കിയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനായി മനസ്സിലാക്കാം. എങ്ങനെയുണ്ട്? അതിനർത്ഥം എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളുടെയും ഉത്തരം തേടി നമ്മൾ പുറത്തേക്കല്ല, നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കേണ്ടത്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീപ്പാകുന്നത്. നമ്മുടെ നാഡീവ്യൂഹത്തെ 2ആയിട്ട് കാണുകയാണിവിടെ. പക്ഷേ ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല കേട്ടോ. ഇതിൽ സിംപതറ്റിക് സിസ്റ്റം നെഗറ്റീവ്, ഫെമിനിൻ അഥവാ സ്ത്രീത്വത്തെയും ഉപബോധ മനസ്സിനെയും പ്രതിനിധീകരിക്കുന്നു. സെറിബ്രോസ്പൈനൽ സിസ്റ്റമാകട്ടെ പുരുഷത്വത്തെയും നമ്മുടെ ബോധമനസ്സിനെയും കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ ഒരു രാവും പകലും പോലെ. ഈ ഒരാശയത്തെ അവർ കുറച്ചുകൂടി മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. നമ്മുടെ നട്ടെല്ലിനുള്ളിൽ 2 മാന്ത്രിക വൃക്ഷങ്ങളുണ്ടെന്ന് സങ്കല്പിക്കുക. ഒന്ന് അറിവിന്റെ വൃക്ഷം. അതിന്റെ വേരുകൾ നമ്മുടെ തലച്ചോറിലാണ്. അതിന്റെ ശക്തി താഴോട്ടാണ് ഒഴുകുന്നത്. എന്നാൽ മറ്റൊന്ന് ജീവന്റെ വൃക്ഷം. അത് നട്ടെല്ലിന്റെ താഴെ നിന്ന് മുകളിലേക്ക് വളരാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 2 ലോകങ്ങളെയും, അതായത് നമ്മുടെ തലയെയും ഹൃദയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണ്ടേ? ആ പാലമാണ് വാഗസ് നെർവ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും തലച്ചോറിലേക്കുള്ള സന്ദേശങ്ങൾ കൈമാറുന്ന ഈ നാഡിയെ ആത്മാവിന്റെ ശ്വാസം എന്നുവരെ പുരാതനർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭൂപടത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നേരെ ഇതിന്റെ തലസ്ഥാനത്തേക്ക് പോകാം. നമ്മുടെ സ്വന്തം തലച്ചോറിലേക്ക്, നമ്മുടെ ആന്തരിക സാമ്രാജ്യത്തിലേക്ക്. പണ്ടുള്ളവർ വലിയ വലിയ ആശയങ്ങൾ പറയാൻ ഉപയോഗിച്ചിരുന്നത് കഥകളായിരുന്നു, അല്ലേ? അതുപോലെ തലച്ചോറിലെ ഗ്രന്ഥികളെ അവരൊരു രാജകൊട്ടാരമായിട്ടാണ് കണ്ടത്. അതിലെ രാജാവാണ് പീനിയൽ ഗ്ലാൻഡ്, രാജ്ഞി പിറ്റ്യൂട്ടറി ഗ്ലാൻഡും. പക്ഷേ കഥയിൽ മാത്രമല്ല, ഇവിടെയും രാജാവിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാജ്ഞി കൂടെ വേണം. അതായത് ആത്മീയമായൊരു ഉണർവ് വരണമെങ്കിൽ ഈ പീനിയലും പിറ്റ്യൂട്ടറിയും നമ്മുടെ ഉള്ളിലെ രാജാവും രാജ്ഞിയും ഒന്നിക്കണം. അവരുടെ കൂടിച്ചേരലാണ് യഥാർത്ഥ ജ്ഞാനോദയം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തലച്ചോറ് വെറും ഒരു ഇറച്ചി കഷ്ണമല്ല, അതൊരു വിശുദ്ധ ക്ഷേത്രം പോലെയാണ്. അതിനുള്ളിൽ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. തേർഡ് വെൻട്രിക്കിൾ എന്ന ഭാഗത്തെ ദൈവത്തിന്റെ ആലയമെന്നാണ് വിളിക്കുന്നത് തന്നെ. സാധാരണഗതിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഇതുപോലുള്ള പല ആത്മീയ കേന്ദ്രങ്ങളെയും ഉണർത്താൻ സാധിക്കുമെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. ശരി, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലായി. ഇനി ആ യാത്ര തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് നോക്കാം. നമ്മളോരോരുത്തരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ഒരു അവിശ്വസനീയമായ ശക്തിയുണ്ട്. അതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, ആ ശക്തിയുടെ പേരാണ് കുണ്ടലിനി. ഒരു പാമ്പിനെ പോലെ ചുരുണ്ടുകൂടി നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും താഴെയായി ഒരു അഗ്നിപർവ്വതം പോലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭയങ്കര എനർജി. സാധാരണഗതിയിൽ ഈ എനർജി താഴോട്ടാണ് ഒഴുകുന്നത്. എന്നാൽ യഥാർത്ഥ ആത്മീയ ലക്ഷ്യമെന്താണെന്നോ? ഈ ഒഴുക്കിനെ നേരെ തിരിച്ചുവിടുക. അതിനെ നട്ടെല്ലിനുള്ളിലെ പ്രധാന നാഡിയായ സുഷുമ്നയിലൂടെ മുകളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ തലച്ചോറിൽ പുരികങ്ങൾക്ക് നടുവിലുള്ള ആജ്ഞാചക്രത്തിലെത്തിക്കണം. ഈ യാത്ര വിജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈ പ്രശസ്തമായ വാചകം പറയുന്നത്? നിന്റെ കണ്ണൊന്നായാൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശപൂരിതമാകും. അതായത് ആ ഊർജ്ജം നമ്മുടെ പുരികങ്ങൾക്ക് നടുവിലുള്ള 3-ാം കണ്ണിലെത്തുമ്പോൾ കിട്ടുന്ന ജ്ഞാനോദയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഈജിപ്തിലെ ഫറവോമാരുടെ കിരീടത്തിലൊക്കെ ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊരു വെറും ഡിസൈനല്ല. ഈ പറഞ്ഞ കുണ്ടലിനി ശക്തി ഉണർന്ന് തലയുടെ മുകളിലെത്തി എന്നതിൻ്റെ, അതായത് ആത്മജ്ഞാനം നേടി എന്നതിൻ്റെ ഒരു ശക്തമായ ചിഹ്നമാണത്. പക്ഷേ ഈ യാത്ര വെറും കൈയോടെ അല്ല കേട്ടോ. ഈ സർപ്പശക്തിക്ക് മുകളിലേക്ക് പോകാൻ ഒരു പ്രത്യേകതരം ഇന്ധനം വേണം. അതാണ് നമ്മുടെ അടുത്ത വിഷയം, സുവർണ്ണ തൈലം. ഈ ഇന്ധനത്തെയാണ് ക്രിസം ഓയിൽ അഥവാ സുവർണ്ണ തൈലം എന്ന് പറയുന്നത്.
ഇതൊരു ഫിസിക്കൽ ഓയിലല്ല, മറിച്ച് നമ്മുടെ മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഇന്ധനം നൽകുന്ന ഒരു പ്രത്യേക എനർജിയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ എളുപ്പമാണ്. കുണ്ടലിനി ഒരു റോക്കറ്റ് എഞ്ചിൻ പോലെയാണെങ്കിൽ ക്രിൻസം ഓയിൽ അതിന് വേണ്ട ഹൈ ഒക്ടേൻ ഫ്യൂവലാണ്. ഒന്ന് ജീവന്റെ ശക്തിയാണ്, മറ്റേത് ജ്ഞാനത്തിന്റെ ശക്തിയാണ്. രണ്ടും ചേരുമ്പോഴേ യാത്ര പൂർണ്ണമാകൂ. ഇവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. നമ്മുടെ ചിന്തകൾക്ക് ഈ തൈലത്തെ നേരിട്ട് ബാധിക്കാൻ പറ്റും. നെഗറ്റീവ് ചിന്തകൾ ഇതിനെ ഇല്ലാതാക്കും. അതേസമയം പോസിറ്റീവ് ചിന്തകൾക്കും ധ്യാനത്തിനും ഇതിനെ വീണ്ടും ഉണ്ടാക്കാനും അതുവഴി നമ്മുടെ ശരീരത്തെ തന്നെ റീചാർജ് ചെയ്യാനും കഴിയും. കണ്ടില്ലേ, പവർ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളായിരുന്നു. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് വരാം. ഈ ആന്തരിക യാത്രയ്ക്ക് പുറത്തുള്ള പ്രപഞ്ചവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായുമുണ്ട്. നമുക്ക് നോക്കാം. ഈ പറയുന്നതനുസരിച്ച് നമ്മളിപ്പോൾ ഒരു പുതിയ കോസ്മിക് യുഗത്തിലേക്ക് കടക്കുകയാണ്, അക്വേറിയൻ യുഗം. ഈ സമയത്ത് ഭൂമിയിലേക്ക് കൂടുതൽ ശക്തിയേറിയ കോസ്മിക് എനർജി വരും. അത് താങ്ങണമെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു അപ്ഗ്രേഡ് ആവശ്യമാണ്, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോലെ. ഈ അപ്ഗ്രേഡിന്റെ അവസാനം എന്തായിരിക്കുമെന്നോ? നമ്മുടെ തലച്ചോറിലെ ആ രാജാവും രാജ്ഞിയും, ആ പുരുഷസ്ത്രീ ഭാവങ്ങൾ പൂർണ്ണമായി ഒന്നാകും. അപ്പോൾ നമ്മുടെ ശിരസ് ഒരു 7 ഇതളുകളുള്ള നക്ഷത്രം പോലെ പ്രകാശിക്കുമെന്നും സഹസ്രാരചക്രം ഒരു വെള്ളത്താമര പോലെ വിരിയുമെന്നുമാണ് പ്രതീകാത്മകമായി പറയുന്നത്. അപ്പോ ഈ പുരാതന ജ്ഞാനം പറയുന്നത് നമ്മുടെ ശരീരങ്ങൾ ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ചോദ്യം ഇത്രയുള്ളൂ, ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളുടെ മനസ്സ് റെഡിയാണോ? ഈ ഒരു ചിന്ത നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം.